ജനങ്ങളുടെ വിശ്വാസം അതാണ് ഏറ്റവും വലിയ ശക്തി. ഗവൺമെന്റിന്റെ ആയുധം എന്ന് പറയുന്നത് പോലീസിന്റെ കയ്യിലുള്ള ലാത്തിയോ തോക്കുമല്ല, ജനങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കാം. കരുതലൊരു കടലായി പരന്നതിന് ആൾരൂപം ചമയ്ക്കാമെങ്കിൽ അതായിരുന്നു ഉമ്മൻചാണ്ടി. ചുറ്റും തിരയടിക്കുന്ന ജനസഞ്ചയത്തിൻ്റെ ഊർജമായിരുന്നു ആ കടലിൻ്റെ കരുത്ത്. ആ സാഗരം ശാന്തമായിട്ട് ഇതാ 1 വർഷം പൂർത്തിയാകുന്നു. തിരുവനന്തപുരത്തുനിന്ന് തിരുനക്കരയിലെത്താൻ 4.5 മണിക്കൂർ മതിയെന്നിരിക്കെ ഇരവും പകലും ഇടതടവില്ലാതെ 30 മണിക്കൂറോളം നീണ്ടുനിന്ന അന്ത്യയാത്രയ്ക്കൊടുവിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം സ്വദേശമായ പുതുപ്പള്ളിയിലെത്തിയത്. ഞാനിവിടെ വരും, ഉമ്മൻചാണ്ടിയുടെ വിശേഷങ്ങൾക്ക് ചോദിക്കും, അറിയും. എനിക്കൊന്നുമില്ല മക്കളെ, എനിക്കൊന്നുമില്ല. എന്നാ സാറേ ഞാൻ പോകുക. വരണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സാറേ ഞാൻ കാണാൻ വരാം. ഇന്ന് കാണാൻ വന്നപ്പം കേരളത്തിൻ്റെ വിദൂരദേശങ്ങളിൽ നിന്നുപോലുമെത്തിയ ജനസഞ്ചയം ഇഴഞ്ഞു നീങ്ങിയ വിലാപയാത്രയെ ഒരു നോക്കു കാണാൻ, തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ദുഃഖം വിങ്ങുന്ന മനസ്സോടെ ക്ഷമയോടെ കാത്തുനിന്നു. സാധാരണ കിടക്കുന്ന 1 മണി 2 മണി രാത്രി ആകുമ്പോൾ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. ഭക്ഷണമില്ല, ഊണില്ല, ഉറക്കമില്ല. ഏത് രാത്രിയിൽ ഒരു അത്യാവശ്യം ഉണ്ടായാൽ രാത്രി വന്ന് കുഞ്ഞുഞ്ഞെന്ന് വിളിച്ച് കൂളിംഗ് ബെല്ലടിക്കാം. നാട്ടിലൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും തലക്കൽ ചെല്ലുന്ന പുള്ളിയായിരിക്കും. കേരളം അന്നുവരെ കണ്ടിട്ടില്ലാത്ത വിലാപദൃശ്യങ്ങൾ കോറിയിട്ട ആ അന്ത്യയാത്ര അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു കാര്യം പറഞ്ഞുവെച്ചു: ഇല്ല, ഇല്ല, മരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല എന്ന്. പുള്ളിക്ക് ജനങ്ങൾ മാത്രം സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ വ്യക്തിയാണ്. ഒരു എസ്കോർട്ടുകാരും വേണ്ട മുഖ്യമന്ത്രി പോകുന്നതിന്, ഉമ്മൻചാണ്ടി പോകുന്നതിന്. പടയാളികൾ ആരും വേണ്ട. ആൾക്കൂട്ടത്തെ ഭയക്കുകയും അധിക സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്ത നേതാവായിരുന്നില്ല ഉമ്മൻചാണ്ടി. ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്ത്. പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടിയല്ല, ജനമധ്യത്തിലിറങ്ങി നിന്നാണ് ഉമ്മൻചാണ്ടി തനിക്കെതിരെ ഉയർന്ന ചോദ്യങ്ങളെ നേരിട്ടത്. സമരവും സമരസപ്പെടലും ആ നേതൃശൈലിയുടെ ഊടും പാവുമായിരുന്നു. ജലവും മത്സ്യവും പോലെയായിരുന്നു ജനങ്ങളും ഉമ്മൻചാണ്ടിയും. പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ കെ.ഒ. ചാണ്ടിയുടെയും ബേബിയുടെയും മകൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തുടങ്ങിയതാണ് ചുറ്റുമുള്ളവരോടുള്ള ആഭിമുഖ്യം. പുതുപ്പള്ളി സെയിൻറ് ജോർജ് ഹൈസ്കൂളിലെ KSU യൂണിറ്റ് സെക്രട്ടറിയായി തുടക്കം. 19-ാം വയസ്സിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി, 22-ാം വയസ്സിൽ സംസ്ഥാന സെക്രട്ടറിയും 1967-ൽ സംസ്ഥാന പ്രസിഡന്റുമായി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ നടുമുറ്റത്തേക്ക് പടർന്നുകയറി. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെ 1970-ൽ സ്വന്തം പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭയിലെത്തിയ ഉമ്മൻചാണ്ടിക്ക് നീണ്ട 53 വർഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 1981-ൽ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് കേരള പോലീസ് യൂണിഫോം ട്രൗസറിൽ നിന്ന് പാൻസിലേക്ക് മാറിയതെന്നത് ചരിത്രം. തൊഴിൽ മന്ത്രി, ധനമന്ത്രി എന്നിങ്ങനെ കെ. കരുണാകരൻ്റെയും AK ആന്റണിയുടെയും മന്ത്രിസഭകളിൽ ക്യാബിനറ്റിൻ്റെ ഭാഗമായ ഉമ്മൻചാണ്ടി 2004-ലാണ് ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. രണ്ടാം ഘട്ടത്തിൽ 2011 മുതൽ 2016 വരെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലയളവ് കേരളം എണ്ണമറ്റ വൻകിട വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വിഴിഞ്ഞം, കൊച്ചിൻ മെട്രോ, കണ്ണൂർ വിമാനത്താവളം എന്നിങ്ങനെ ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയ പദ്ധതികൾക്ക് പുറമെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പോലും അംഗീകാരത്തിന് വിധേയമായ ജനസമ്പർക്ക പരിപാടിയും
ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെ ജനമനസ്സിൽ കൊത്തിയിട്ടു. ജില്ലകൾ തോറും കടന്നുചെന്ന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ആവലാതികൾ ഭക്ഷണവും വിശ്രമവുമില്ലാതെ രാത്രി വൈകുവോളം കേട്ട് ഓരോ പ്രശ്നത്തിനും നിമിഷാർദ്ധം കൊണ്ട് പരിഹാരം കണ്ടെത്തുന്നതിൽ വിജയിച്ച ജനസമ്പർക്ക പരിപാടി ഒരു ഭരണാധികാരിയുടെ കാരുണ്യവർഷത്തിൻ്റെ നിതാന്ത നിദർശനമായി ജനങ്ങൾ ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടിയെ കാണാനും ആവലാതി പറയാനും പല ദേശങ്ങളിൽ നിന്നും ആളുകളെത്തിയത് കൊടിയുടെ നിറം നോക്കിയായിരുന്നില്ല. തിരിച്ചങ്ങോട്ട് പെരുമാറിയതും അങ്ങനെ തന്നെ. എൻ്റെ പല കാര്യങ്ങളിലും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ജാതി വർഗ വ്യത്യാസമില്ലാതെ കൊണ്ട് എപ്പോഴും നമുക്ക് സാറിൻ്റെ വീട്ടിൽ ധൈര്യമായിട്ട് കയറിച്ചില്ല. സമാനതകളില്ലാതെ കേരളത്തെ നയിച്ച ഒരു മുഖ്യമന്ത്രി, എല്ലാവരോടും നന്നായി പെരുമാറുന്ന മുഖ്യമന്ത്രി, വളരെ ഹൃദയപൂർവ്വം പറഞ്ഞാൽ BJP കാരെങ്കിൽ പോലും ചങ്കോട് ചേർത്ത് പറയുന്നു, ഇത്രയും നല്ലൊരു നേതാവിനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയായിരിക്കെ തൻ്റെ നേരെ കല്ലെറിഞ്ഞവനോട് പോലും ക്ഷമിക്കാനും അയാളെ സ്വന്തം പാളയത്തിലുള്ളവർ പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കുവാനും ഒരു ഉമ്മൻചാണ്ടിക്കല്ലാതെ മറ്റാർക്കും കഴിയുമായിരുന്നില്ല. പിന്നിൽ നിന്ന് കോൺഗ്രസ് മാപ്പ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം എന്തിനാണ് മാപ്പ് പറയേണ്ട ആവശ്യം എന്ന് പറയുന്ന പോസിറ്റീവായിട്ട് പ്രചോദനം ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അതുപോലെ എനിക്ക് വെട്ടേറ്റ് കിടക്കുന്ന സമയത്തും എന്നെ വിളിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഒന്ന് പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. ജനാധിപത്യത്തിൻ്റെ ശക്തി ജനങ്ങളും ഭരണകൂടത്തിൻ്റെ സുതാര്യതയുമാണെന്ന് വിശ്വസിച്ച ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ജനങ്ങളുടെ മുന്നിൽ തുറന്നിട്ടു. There is a web camera. That is. So I want a transparent way of functioning. See, what is the strength of the democracy? Not the military, not the weapons, the confidence of the people. മനുഷ്യരുടെ ശബ്ദം എത്ര അകലെ നിന്നായാലും അത് കേൾക്കും. അതായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പം ഞാനിക്കൊക്കെ ഒരു കാര്യം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അപ്പനോട് പറയുന്ന പോലെയാണ് പറയാൻ പറ്റുന്നത്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ. ആ കയ്യിൽ ഏതു സമയവും കവറുകൾ കാണാം. മനുഷ്യരുടെ ആവലാതികളും പരിദേവനങ്ങളുമായിരുന്നു ആ കവറുകൾക്കകത്ത്. വെള്ളപ്പൊക്കുമ്പോഴത്തേക്ക് സാറ് എത്ര പ്രതിസന്ധിയിലും ഞങ്ങളുടെ ഓരോ വീടുകളിലും വന്ന് ഞങ്ങളെ അന്വേഷിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞായിരുന്നല്ലോ. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ, ഏറ്റവും ഞങ്ങൾ കുഞ്ഞുഞ്ഞു പറയില്ല, കുഞ്ചായൻ. ആ വേർപാടറിഞ്ഞപ്പോൾ കേരളം ദുഃഖമഴയിൽ നനഞ്ഞു, കണ്ണീരുകൊണ്ട് കുതിർന്നു. ചേതനയറ്റ ആ ശരീരം കാണാൻ കാത്തുനിന്നവരുടെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു. പല ദേശങ്ങളിൽ നിന്നും പല വഴിക്ക് വന്നവർ വിലാപയാത്ര കടന്നുപോകുന്ന വഴിയിൽ മണിക്കൂറുകൾ കാത്തുനിന്നു, ഒരു പരിഭവവുമില്ലാതെ. പ്രിയ നായകനെ അവസാനമായി ഒരു നോക്കു കാണാൻ. പകൽ മാഞ്ഞിട്ടും ഇരുട്ട് കനത്തിട്ടും ജനക്കൂട്ടം ആ വരവിനായി കാത്തുനിന്നു. പുതുപ്പള്ളിയിൽ നിന്നും തുടങ്ങിയ ആ ഐതിഹാസിക ജീവിതയാത്ര പുതുപ്പള്ളിയിൽ അവസാനിക്കുമ്പോൾ കക്ഷിരാഷ്ട്രീയത്തിനും മതജാതി വൈവിധ്യങ്ങൾക്കും അതീതമായി കേരളം തേങ്ങി. അവസാനമായിട്ട് ഒന്ന് കണ്ട് ആദരവ് അർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അച്ഛനെ പോലെ ഇഷ്ടം ആരുടെ മനസ്സിൽ ആ മുഖം മായുകയും നമ്മളെ ലോകം അവസാനിച്ച പോലായി ഈ സാറിന് ഭയങ്കര വിഷമം. കഞ്ഞി വെച്ചില്ലേലും കുടിച്ചില്ലേലും ഒന്ന് കണ്ടിട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം
സമയത്ത് തന്നെ വന്നിരിക്കുന്നത്. കാണുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്നില്ലേ, അത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം. ഇഷ്ടമായിരുന്നു. ജനനായകനായിരുന്നു. ഞങ്ങളുടെ എല്ലാമായിരുന്നു. ഇന്നും തീരുന്നില്ല ഉമ്മൻചാണ്ടിയിൽ നിന്നും ആശ്വാസം തേടിയുള്ള ദൈന്യരായ മനുഷ്യരുടെ നിവേദനങ്ങൾ. കാണാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഒരു മെസ്സേജ് കൊടുക്കണം, അതിട്ടിട്ട് പോകണം. ഒറ്റയ്ക്കാവുന്നതിന് എപ്പോഴും ഭയപ്പെട്ട ഉമ്മൻചാണ്ടിയെ ഒറ്റപ്പെടുത്താൻ അവർ തയ്യാറല്ല. പുതുപ്പള്ളി സെമിത്തേരിയിൽ അന്ത്യനിദ്ര കൊള്ളുമ്പോഴും അനുദിനം അവിടെയെത്തുന്ന മനുഷ്യരുടെ കാൽപ്പെരുമാറ്റവും അടക്കിപ്പിടിച്ചുള്ള പരിദേവനങ്ങളും ഒരു കാര്യം ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട്: ഉമ്മൻചാണ്ടി എന്ന നാമത്തിന് മരണമില്ല എന്ന്.